ഇന്ന് അധ്യാപക ദിനം. സർവാദരണീയനായ മുൻ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകന് എന്നും സമൂഹത്തിൽ നിലയും വിലയുമുണ്ട്. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, കർമ്മശേഷിയിലൂടെ നല്ല മാതൃക തീർക്കുന്ന ഒരുപാട് അധ്യാപകർ നമുക്കിടയിലുണ്ട്. ഈ അധ്യാപക ദിനത്തിൽ നമുക്കൊരാളെ പരിചയപ്പെടാം. സർക്കാർ സംഭാവനയായി ആവശ്യപ്പെടുന്നതിന് മുമ്പേ തൻ്റെ ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത PP റിജേഷ് മാഷെ. 5 ദിവസത്തെ ശമ്പളം കൈമാറാൻ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥരും മടിക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളുമടക്കം ഒരു മാസത്തെ ശമ്പളം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഒളവട്ടൂർ തടത്തിൽപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ് അധ്യാപകനായ PP റിജേഷ് മാസ്റ്റർ. വാഴയൂർ പഞ്ചായത്തിലെ പൊന്നേമ്പാടം സ്വദേശിയായ റിജേഷ് മുഖ്യമന്ത്രിയുടെ സാലറി ചാലഞ്ച് അഭ്യർത്ഥന വരും മുമ്പ് തൻ്റെ ഓഗസ്റ്റിലെ മുഴുവൻ ശമ്പളവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സാമൂഹിക മാധ്യമങ്ങളോടെ അറിയിച്ചിരുന്നു. ഇതുപ്രകാരം സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം മുഴുവൻ കൈമാറി. PF അടവും മറ്റു പിടുത്തങ്ങളുമടക്കം ബാക്കിയുള്ള തുക 10 ദിവസത്തെ ശമ്പളത്തോളം വരും. ഇത് ഒക്ടോബറിൽ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് കൈമാറും. ഒരു രാത്രി വെളുത്തപ്പോൾ ഉറ്റവരും അതുപോലെ തന്നെ വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അഭിമാനത്തോടു കൂടി തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് അവരുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെയും ഭരണകൂടത്തിൻ്റെയും കടമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് CMDRFിലേക്ക് കൊടുക്കാനുള്ളൊരു കാരണം തന്നെ ഈ സമയത്ത് അതിൻ്റെ വിശ്വാസ്യത ചില ആളുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിനൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഒന്നും കൊടുക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ഇത്തരം ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു സഹായം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, അവർക്ക് മറ്റൊരു വ്യക്തി കൊടുക്കുമ്പോൾ പലപ്പോഴും അവരോട് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ചെയ്ത ആളുകളോടൊരു എന്നാൽ ഒരു ഗവൺമെൻറ് ഒരു ഭരണകൂടം ചെയ്യുമ്പോൾ അത് കൂടുതൽ അഭിമാനത്തോടു കൂടി അവർക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കടമയുമാണ്, മറ്റൊന്ന് ഈ സംഭവിച്ചു പോയ ആളുകളുടെ ഒരു അവകാശമാണ് എന്നൊരു ധാരണയാണ് എനിക്കുള്ളത്. ഈ സമയത്ത് സർക്കാരിലേക്ക് ഫണ്ട് എത്തിക്കുക എന്നുള്ളത് ഈ സർക്കാർ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വമാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഇത് കൊടുക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരട്ടെ എന്നൊരു ആഗ്രഹമാണ് എൻ്റെ മുന്നിലുള്ളത്. 2018 ഇതുപോലെ ഒരു പ്രളയം ഉണ്ട്, ഒരു കാലഘട്ടം നമുക്കറിയാം. ആ സമയത്തും സർക്കാർ ജീവനക്കാരോട് ഈ ശമ്പളം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഞാൻ അന്ന് എൻ്റെ അച്ഛൻ ബാലഗംഗാധര മാഷോട് എൻ്റെ ഒരു മാസം ശമ്പളം മുഴുവൻ പിടിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ മാസം അവസാനമായപ്പോഴത്തേക്കും സർക്കാർ തീരുമാനമായി എല്ലാവരും ഒരു മാസം തരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. മിക്ക ആളുകളും ആ സമയത്ത്, ഒരുപാട് ആളുകൾ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. 2019 ആയപ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രളയകാലത്ത് വീണ്ടും കൊടുക്കാനുള്ള സന്നദ്ധത ഞാൻ കാണിച്ചിരുന്നു. ആ സമയത്ത് സർക്കാർ ജീവനക്കാരോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആ സമയത്ത് CMDRFിൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ചെയ്തത് ആ പൈസ മുഴുവൻ നാട്ടിൽ ചെലവാക്കാനുള്ളൊരു രൂപത്തിലാണ് കണ്ടത്. അപ്പോൾ എൻ്റെ കൂടി സംഘടനയായ പൊന്നേമ്പാടം കലാസമിതിയിലൂടെയും മറ്റും ഏതാണ്ട് തുല്യമായ ഒരു മാസ ശമ്പളം പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് അതും ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപകരടക്കം വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിനോട് മുഖം തിരിഞ്ഞിരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പോഴാണ് റിജേഷ് മാഷെ പോലുള്ളവരുടെ മനസ്സിൻ്റെ വലിപ്പം മനസ്സിലാവുക. ഏവർക്കും വാഴയൂർ കഫേയുടെ അധ്യാപക ദിനാശംസകൾ.